3D അല്ലായിരുന്നെങ്കിൽ ഈ പടം കണ്ടത് വളരെ നഷ്ടമായി പോയനെ. 3D ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു. അത്ര നല്ല 3D ഒന്നും അല്ലേ. ഇനി തിയേറ്ററിൻ്റെ ആണോ കുഴപ്പമെന്ന് എനിക്കറിയില്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്നും തീർത്ത് കിട്ടിയാൽ മതി എന്നുള്ളൊരു തോന്നലാണ് ഒരു ആസ് എ പ്രേക്ഷകൻ എനിക്ക് തോന്നിയത്. അഭിനയൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ഒന്നും ഇല്ല. മാറ്റർ പെർഫോമൻസും കൊള്ളത്തില്ല, സിനിമ ഇഷ്ടപ്പെട്ടില്ല, കൊള്ളത്തില്ല. നമ്മുടെ ഒരു എക്സ്ട്രാ പൈസ 3D കണ്ണടയ്ക്കുള്ള പൈസ വെറുതെ പോയെന്ന് വേണമെങ്കിൽ പറയാം. പടം പോരാ, എൻ്റെ പൈസ പോയി, സമയം പോയി, എന്താ അറിയില്ല, കൊള്ളൂല, പടം കൊള്ളൂല. 3D ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു. അത്ര നല്ല 3D ഒന്നും അല്ലേ. ഇനി തിയേറ്ററിൻ്റെ ആണോ കുഴപ്പമെന്ന് എനിക്കറിയില്ല. എന്തായാലും 3D അത്ര നല്ലതൊന്നുമല്ല, കുഴപ്പമില്ല. പാട്ട് മാത്രം കൊള്ളാം. വേറെ കുട്ടികൾ കാണട്ടെ, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഞാനിങ്ങനെ ചെറിയ പടങ്ങളൊക്കെ കാണുന്ന ടൈപ്പ് ആളാണ്. പക്ഷേ ഇത് പോരാ, പറ്റുന്നില്ല. ഒട്ടും വെറുത്തല്ല പടം. പോരാ, ഇത് 3D എടുക്കേണ്ട ആവശ്യം കൂടെ ഉണ്ടായിരുന്നില്ല. സിനിമ കൊള്ളാം, പക്ഷേ കണ്ടന്റ് പോലെയല്ല. ഫൈറ്റ് കൊള്ളായിരുന്നു, പക്ഷേ ഒരുമാതിരി കാണാൻ പറ്റിയ സിനിമ എല്ലാം തോന്നുന്നു. കാണും 3D കുഴപ്പമില്ല, കാണാൻ കൊള്ളായിരുന്നു. പിന്നെ വേറെ പറയാനൊന്നുമില്ല. മാത്യു പിന്നെ ബാബുരാജ് ഉണ്ടല്ലോ, രണ്ടുപേരും കൊള്ളായിരുന്നു ആ സിനിമയിൽ. പിന്നെ ബാക്കി വേറെ ആരും ഒരു സെക്കൻഡ് ഹാഫിലെ ഫൈറ്റൊക്കെ ഉണ്ട്, അതൊക്കെ നല്ലതാണ്. പക്ഷേ ഓൾ ടോട്ടൽ സിനിമ എനിക്ക് അത്രയ്ക്ക് വർക്കായില്ല. 3D എക്സ്പീരിയൻസ് നല്ലതാണ്, സിനിമാറ്റോഗ്രാഫിയൊക്കെ നല്ലതാണ്. പക്ഷേ എനിക്ക് ഒട്ടും അത്ര കുഴപ്പമില്ല. ജസ്റ്റ് വൺ ടൈം വാച്ചാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. 3D കൊള്ളാം, കുഴപ്പമില്ല. മാത്യു കൊള്ളാം, കുഴപ്പമില്ല. വലിയ ഇതല്ല, 3D കൊള്ളാം. 3D ഇതും ക്യാമറ വർക്കൊക്കെ നല്ലതായിട്ടുണ്ട്. ബാക്കി ഒരു സെൻറ്റിമെൻസോ അങ്ങനെ അത്ര ഒരു സുഖമില്ല കണ്ടുകൊണ്ടിരിക്കുക. ഒരു സ്ലോ ബേസിലും അങ്ങനെ പോകുന്നു. പിന്നെ 3Dയും കൊള്ളാം, ഈ കുറച്ച് സീനും കൊള്ളാം. കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. അഭിനയൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ഒന്നും ഇല്ല. കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. ബോറിംഗ് ആയിട്ടാണ് തോന്നിയത് എനിക്ക്. 2-3 സീനിൽ 3D ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. വേറെ ഒന്നുമില്ലല്ലോ. മാറ്റർ പെർഫോമൻസും കൊള്ളത്തില്ല, പിന്നെ സിനിമ ഇഷ്ടപ്പെട്ടില്ല, കൊള്ളത്തില്ല. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. 3D നന്നായിട്ടുണ്ട്. ഈച്ച സിനിമ കാണുന്ന അത്ര എഫക്റ്റ് അത്രയ്ക്കൊന്നും ഇതിനകത്തില്ല. പക്ഷെ അത് 3D അല്ലായിരുന്നല്ലോ, നോർമൽ പടം അല്ലേ. മാത്യു കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും അങ്ങനെ പറയാനില്ല. ഫാൻറ്റസി ഫീൽ ഗുഡ് ചിൽഡ്രൻസ് മൂവി പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഗ്രോൺ അപ്പ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലാഗിങ്ങും ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും. പിന്നെ ഈ ഈച്ചയും പെറ്റുമായിട്ടൊക്കെ കണക്ഷൻ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഞാനൊരു പെറ്റ് ലവറല്ല, അതുകൊണ്ടായിരിക്കും. മാത്രമല്ല, സിനിമ ഒരു ഗ്ലൂമി പടമാണ്, എന്ന് വെച്ചാൽ ബോറിങ്ങും ലാഗിങ്ങും ആയിട്ടുള്ള ഒരു പടമാണ്. അങ്ങനെ ഒരു ആക്ഷൻ എലമെൻസോ അങ്ങനെയൊന്നും കാര്യമായിട്ട് എടുത്തു പറയാനില്ല. പിന്നെ കോമഡിയും വർക്കൗട്ടായിട്ടില്ല. പിന്നെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സോങ് പോലും ഇല്ല. പിന്നെ ജസ്റ്റ് ടൈം പാസിന് വേണമെങ്കിൽ കണ്ടിരിക്കാം. പിന്നെ കുട്ടികൾക്ക് കണക്റ്റ് ആവുമെന്ന് തോന്നുന്നു. അവരുടെ ഒരു സൈക്കോളജി വെച്ചിട്ടാണ് പടം എടുത്തിട്ടുള്ളത്. 3D ഈ ഈച്ച സെപ്പറേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന 3D ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈ സീറ്റിനിടയിൽ കൂടെ ഈച്ച വന്നിരിക്കുന്ന പോലത്തെയൊക്കെ തോന്നും. 3D നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ്, സിനിമ ഇതായിപ്പോയി. 3D ഇതിൽ എടുത്ത് പറയാനുള്ളൂ. സിനിമയിൽ 3D ആണ് ഈ സിനിമയെ കൊണ്ടുപോകുന്നത്. ബാക്കി ഇതിൽ മെയിനായിട്ടൊന്നും പറയാനില്ല. 3D അല്ലായിരുന്നെങ്കിൽ ഈ പടം കണ്ടത് വളരെ നഷ്ടമായി പോയനെ. ചൈൽഡ് ഓഡിയൻസിന് മാത്രമേ കണക്റ്റ് ആവത്തുള്ളൂ. ഗ്രോൺ അപ്പ് ആയിട്ടുള്ളവർക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അത്ര നല്ല സിനിമയൊന്നും പറയാം. ലവ്ലി പോലെ വളരെ പേര് പോലെ അത്ര ലവ്ലി ആയിട്ടുള്ള സിനിമയൊന്നും അല്ല. ഒരു ചെറിയ സിനിമ, പക്ഷെ നമുക്ക് അത്രയ്ക്ക് ഭയങ്കര ഇതായിട്ടൊന്നും തോന്നില്ല. നമ്മൾ രാജമൗലിയുടെ ഈച്ചയൊന്നും പ്രതീക്ഷിച്ച് പോയത്. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് തോന്നിയ 3D മൂവി ആയിട്ടാണ് നമുക്ക് 3D കണ്ണടയും വെച്ചാണ് തന്നേക്കുന്നത്. പക്ഷേ ഈ സിനിമയുടെ ഒരു ഘട്ടത്തിലും ഇതൊരു 3D മൂവിയായിട്ട് തോന്നിയില്ല. ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിയതുമില്ല. ആകെപ്പാടെ 3D ആയിട്ട് നമുക്ക് തോന്നിയത് ഈ പരസ്യം, സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുമ്പോഴുള്ള ആ പരസ്യം 3D ആയിട്ട് കാണാൻ പറ്റിയെന്നുള്ള, അല്ലാതെ ഒരു ഘട്ടത്തിലും ഈ സിനിമയുടെ ഈ 3D എഫക്റ്റ് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബോറിംഗ് ആയിരുന്നു. നമ്മുടെ ഒരു എക്സ്ട്രാ പൈസ 3D കണ്ണടയ്ക്കുള്ള പൈസ വെറുതെ പോയെന്ന് വേണമെങ്കിൽ പറയാം. 2D ആയിട്ട് ഇറക്കിയാലും മതിയായിരുന്നു. പിന്നെ ഒരു ചെറിയ കഥ, പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, ഇവർ ചെറിയ ബഡ്ജറ്റിൽ നിന്ന് ഒരു നല്ലൊരു സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ആ ഈച്ചയ്ക്ക് ശബ്ദം കൊടുത്തേക്കുന്നത് നമ്മുടെ ശിവാംഗി കൃഷ്ണകുമാർ. ശിവാംഗി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. വേറൊരു ശബ്ദം അതിന് ആപ്റ്റ് ആവുമെന്ന് തോന്നുന്നില്ല, അത്ര നന്നായിട്ട് അവർ ഈച്ചയ്ക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് വയലൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് കൊണ്ട് കാണിക്കാം, അത്രയേ ഉള്ളൂ. മാത്യു മറ്റേ ബ്രോമാൻസിലെ പോലെ ഇച്ചിരി ഓവറായിരുന്നു, അഭിനയം കുറച്ച് ഓവറായിരുന്നു, മറ്റേ അതിലെ പോലെ തന്നെ. അല്ലാതെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ മാത്രമുള്ളതൊന്നുമില്ല. പിന്നെ വയലൻസ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഇപ്പോഴത്തെ വെക്കേഷൻ ആയതുകൊണ്ടും നമുക്ക് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിക്കാം, അത്രയേ ഉള്ളൂ. കൊള്ളായിരുന്നു, നല്ല പാട്ട്.
സിനിമ പറയാലോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സിനിമ തുടങ്ങി നമ്മുടെ ഇത് 3Dയിലാണ് ഈ ഒരു സിനിമ വരുന്നത്. സിനിമ തുടങ്ങി തുടക്കത്തിലുള്ള ഗുഡ്ക പാൻ പരാഗ് അങ്ങനത്തെ ഒരു ആഡ് വരുമല്ലോ, ആഡ് മാത്രമാണ് അടിപൊളിയായിട്ട് 3Dയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നല്ലൊരു എഫക്റ്റ് കിട്ടേണ്ടതാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മളിങ്ങനെ ഗ്ലാസ് വെച്ചിരിക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ കാണുന്നതെല്ലാം നമ്മൾ സാധാരണ ഒരു 2D കാണുന്ന ഇതുപോലെയായിരുന്നു. എന്നിരുന്നാലും സിനിമയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുതുമകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇതൊരു വ്യത്യസ്തമായൊരു പ്രമേയമാണല്ലോ. ഞാനെപ്പോഴും വ്യത്യസ്തമായ പ്രമേയങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എന്നിട്ടും കൂടെ വ്യത്യസ്തമായ പ്രമേയത്തിന് സ്ക്രിപ്റ്റ് എന്നുള്ളതൊരു നെടുന്തൂണ് വേണമല്ലോ. ആ സ്ക്രിപ്റ്റിങ്ങിൽ ഇതിൽ പാളിപ്പോയെന്ന് വേണം പറയാൻ. ഫസ്റ്റ് ഹാഫ് വളരെ കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫിനോട് അടുപ്പിച്ചാണ് ഈ ഒരു ഈച്ച എന്നൊരു കഥാപാത്രം വരുന്നത്. അതുവരെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് കഥ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അവർക്ക് യാതൊരു വ്യക്തതയും ഇല്ലാത്ത രീതിയിലാണ് സിനിമയുടെ കഥ പോകുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്നും തീർത്ത് കിട്ടിയാൽ മതി എന്നുള്ളൊരു തോന്നലാണ് ഒരു ആസ് എ പ്രേക്ഷകൻ എനിക്ക് തോന്നിയത്. പിന്നെ 3D ഞാൻ ഓൾറെഡി പറഞ്ഞു, VFX എല്ലാം ഭയങ്കര ടെറിബിളായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ കണ്ണടയും കൂടെ വെച്ചിട്ട് കാണുമ്പോഴത്തേക്കും കണ്ണിന് കുറച്ച് ഇറിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ വയസ്സായതുകൊണ്ട് എനിക്ക് തോന്നിയതാണോ എന്ന് അറിയില്ല, മറ്റുള്ളവർക്ക് അങ്ങനെ ഫീലിംഗ് വന്നോന്ന് എനിക്കറിയില്ല. അങ്ങനെ ആകെ മൊത്തം ഒരു ഇമോഷണൽ കണക്റ്റ് തരാത്ത രീതിയിലുള്ള ഒരു സിനിമയായിപ്പോയി. ഒരു സത്യം പറഞ്ഞാൽ ഈഗ എന്നുള്ള നമ്മുടെ മലയാളത്തിൽ ഈച്ച എന്നുള്ള ഒരു സിനിമ, ആ സിനിമയ്ക്ക് വെച്ചാൽ ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട് നമുക്ക്. ആ ഒരു എന്താ പറയുക, ഇവിടെ പ്രത്യേകിച്ച് ആ ഒരു സംഭവം ഇവിടെ കിട്ടുന്നില്ല. അങ്ങനെ പാളിപ്പോയൊരു നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റിങ്ങിൽ പാളിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്.